മക്കളെ, ക്രിസ്മസ് വെക്കേഷനൊക്കെ അടിച്ച് പൊളിച്ചില്ലേടാ? അപ്പോൾ നാളെ നമ്മുടെ സ്കൂളിലൊക്കെ തുറക്കുവാണല്ലേ. അപ്പോൾ നാളെ നമ്മുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും പേപ്പർ ഇങ്ങനെ കിട്ടുകയാണ്. ടെൻഷനൊക്കെ ഉണ്ടോ? പേടിക്കണ്ട. അഥവാ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ കൂടിയും നല്ല മാർക്ക് കിട്ടട്ടെ. എന്നാലും മാർക്ക് കുറഞ്ഞു പോയാൽ ആരും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണിലുണ്ടായ മാറ്റമൊക്കെ നമ്മൾ ഇതിനു മുമ്പൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായ മാറ്റം, ആ മാറ്റത്തിനനുസൃതമായി നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി വരുന്ന എക്സാമിനേഷന് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ എക്സാമിനേഷൻ തന്നെയാണ്. ആ ഫൈനൽ എക്സാമിനേഷന് നല്ലൊരു മാർക്ക് വാങ്ങിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. നമുക്കറിയാം, NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മുടെ എക്സാമിനേഷൻ ചോദിച്ചിട്ടില്ല. നമ്മൾ കുറേ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യനൊക്കെ പഠിച്ചിട്ട് പോയിട്ട് ആ രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ വരുമെന്ന് പറയുന്നൊരു അപ്രോച്ചിലാണ് നമ്മൾ എക്സാമിനേഷൻ ആൾ കയറിയത്. അതുകൊണ്ടാണ് നമുക്കവിടെ പതറിപ്പോകാൻ കാരണം. അതൊക്കെ നമുക്ക് തിരുത്തേണ്ടിയിരിക്കുന്നു. നമുക്കുണ്ടായ പിഴവുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ നികത്തിയിട്ട് ഫൈനൽ എക്സാമിനേഷന് നല്ലൊരു മാർക്ക് വാങ്ങിക്കാനായിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ പണി തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇനി കുറച്ച് മാസം കൂടി മാത്രമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാനും അതേപോലെ തന്നെ ഈ പഠിച്ച ചാപ്റ്ററുകളൊക്കെ ഒന്നും കൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് ഈ രീതിയിൽ പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യനൊക്കെ എങ്ങനെ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ആ ഒരു ബോധത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പാണ് ഫൈനൽ എക്സാം നമ്മൾ ഉറപ്പായും ക്രാക്ക് ചെയ്തിരിക്കും മക്കളെ. അതിനൊരു ബെസ്റ്റ് സൊല്യൂഷനുമായിട്ട് 1-ാം തീയതി രാത്രി ഞങ്ങൾ എത്തുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ മുഴുവൻ മാർക്ക് എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലോട്ട് നമ്മളിതാ ഒരുമിച്ച് കൈപിടിച്ച് മുന്നോട്ടേക്ക് ഏറാനായിട്ട് പോവുകയാണ്. അപ്പോൾ മക്കളെ, നിങ്ങൾ മാത്രം വന്നാൽ പോരാ, നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. അവരും നമ്മളുടെ മുത്തുമണികളാണ്. എല്ലാവരും എന്ത് ചെയ്യണം, പഠിക്കണം. എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യണം. അതായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അതായിരിക്കണം നമ്മുടെ മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ, എല്ലാവരും എന്ത് ചെയ്യുക, കൃത്യസമയത്തുണ്ടായിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ലൈവിൽ കാണാം. ഇനി നമ്മുടെ എൻഡ് ഗെയിമിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ നമുക്ക് ലൈവിൽ കാണാം. ബൈ ബൈ.